ബിസിനസ്സിൽ സംഭവിച്ച പാളിച്ചകളെക്കുറിച്ചും കടബാധ്യതകളെക്കുറിച്ചും വിശദീകരിച്ചും മകൻ നൽകിയതായി പറയപ്പെടുന്ന മൊഴി സത്യമല്ല എന്നാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പറയുന്നത്. നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റഹീം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. നല്ലപോലെ നടന്നു വന്നിരുന്ന ഒരു ബിസിനസ്സിൽ കൊറോണയ്ക്ക് ശേഷം സംഭവിച്ച പ്രതിസന്ധിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വഴിവെച്ചതെന്ന് റഹീം പറയുകയാണ്. അഫാനെ ഗൾഫിൽ കൊണ്ടുവന്ന് നല്ല നല്ല ജോലിയൊക്കെ നോക്കാമെന്ന് കരുതി ഇരുന്നതായിരുന്നു. എവിടെയാണ് മകന് പിഴച്ചതെന്ന് അറിയില്ല എന്നും അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു. കഫീലിന്റെ അടുത്ത് നിന്ന് കട വാടകയ്ക്കെടുത്ത് നടത്തുകയായിരുന്നു. മാസം 6000 റിയാൽ വീതം കഫീലിന് നൽകണം. നല്ലപോലെ കാശുണ്ടാക്കിയിരുന്ന ആളാണ് ഞാൻ. വലിയ വീടൊക്കെ വെച്ചു, വസ്തുവൊക്കെ വാങ്ങി, ബന്ധുക്കളുമായൊക്കെ നല്ല സഹവർത്തത്തിൽ പോകുകയായിരുന്നു. കൊറോണയ്ക്ക് ശേഷം കുറച്ച് ബാധ്യതകൾ വന്നു. തുടർന്ന് പലിശയ്ക്ക് പൈസ എടുത്ത് കച്ചവടം ചെയ്ത് ദിവസവും അടച്ചുകൊണ്ടിരുന്നു. യമനികളുടെ അടുക്കൽ നിന്നാണ് ഞാൻ കാശ് വാങ്ങിയത്. കടയുടെ ലൈസൻസ്, ഇക്കാമ തുടങ്ങിയ രേഖകളും ഒരു സാക്ഷിയും ഹാജരാക്കിയാണ് കാശ് വാങ്ങിയിരുന്നത്. പൈസ വാങ്ങി കച്ചവടം ചെയ്ത് കാശ് അടയ്ക്കുന്നുണ്ടെങ്കിലും കച്ചവടം കുറഞ്ഞു വരികയായിരുന്നു. എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്തു പോകാനായിരുന്നു ശ്രമം. കഫീലിന് കൊടുക്കണം, നമ്മുടെ കാര്യങ്ങൾ നടക്കണം, വീട്ടിലേക്ക് അയക്കണം തുടങ്ങിയ ബാധ്യതകൾക്കിടയിലും കച്ചവടം ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അടുത്തടുത്ത് ഞാൻ 2 തവണ കാശെടുത്തു. 30,000 റിയാലാണ് എടുത്തത്. അതിൽ കുറച്ചടച്ചു. ഞാൻ ജാമ്യം എന്ന ഒരു പാലക്കാട്ടുകാരനുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് നാട്ടിൽ പോയപ്പോൾ ആ ബാധ്യത കൂടി എന്നിലേക്കായി. എനിക്ക് അവന് ഞാനും പരസ്പരം ജാമ്യം നിന്നാണ് പണമെടുത്തത്. അവൻ വരാതെ ആയതോടെ അതും ഞാൻ അടയ്ക്കേണ്ടി വന്നു. ഏകദേശം 28,000 റിയാൽ ആ യമനിക്ക് കൊടുക്കാനുണ്ട്. നാട്ടിൽ 65 ലക്ഷം രൂപ കടമുണ്ടെന്ന് മോൻ പോലീസിന് മൊഴി കൊടുത്തതൊന്നും ഒരിക്കലും സത്യമല്ല. നാട്ടിൽ 5 ലക്ഷത്തോളം രൂപ കടവും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ലോണുമുണ്ട്. വീട് വിൽക്കാൻ ശ്രമിച്ചത് ഈ കടങ്ങളൊക്കെ വീട്ടാനായി മാത്രമാണ്. എന്നിട്ടും നാട്ടിൽ പോകാതെ ഇവിടെ നിന്നത് 2-3 വർഷം ജോലി ചെയ്ത് കടങ്ങളൊക്കെ വീട്ടി നല്ലതുപോലെ മുന്നോട്ട് പോകാനാകുമെന്ന ചിന്തയിലാണ്. അഫാനെ ഇവിടെ കൊണ്ടുവരാം, നല്ല ജോലിയൊക്കെ നോക്കാം എന്നൊക്കെ കരുതി ഇരുന്നതായിരുന്നു. എവിടെയാണ് അവന് പിഴച്ചതെന്ന് എന്നോട് ചോദിച്ചാൽ സത്യമായും എനിക്കറിയില്ല. 2 മാസം മുൻപ് കഴക്കൂട്ടത്ത് വെള്ളത്തിന്റെ വണ്ടി ഓടിക്കാൻ പോയിരുന്നു. രാവിലെ പോയാൽ രാത്രി 10-11 മണിയാകും വരാൻ. പിന്നീട് ഫുഡ് ഡെലിവറിക്ക് പോകുമായിരുന്നു. കാശുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവൻ. വാപ്പ അയച്ചില്ലേലും വീട്ടിലെ കാര്യങ്ങൾ നടത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചവനായിരുന്നു. അതിനിടയിൽ കൂട്ടുകാരുമായി കൂടി മറ്റെന്തെങ്കിലും ചെയ്തോ എന്നൊന്നും എനിക്കറിയില്ല. അവനൊരു കുട്ടിയുമായി പ്രേമത്തിലാണെന്ന് ഭാര്യ ഒരു ദിവസം പറഞ്ഞിരുന്നു. അവനൊരു പെണ്ണിനെ ബൈക്കിന്റെ പുറകിലെത്തി കറങ്ങുകയാണെന്ന് സഹോദരിയുടെ മകളും പറഞ്ഞു. അതൊക്കെ ഈ കാലത്ത് സംഭവിക്കുന്നതല്ലേ, വിട്ടേക്കെന്ന് പോസിറ്റീവായാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതിനിടയിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ ഉമ്മ ഷെമിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. യിലുള്ള ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയെടുക്കൽ 1 മണിക്കൂറോളം നീണ്ടു. അഫാന്റെ കൂട്ടക്കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഷെമീന. ആദ്യം പ്രതി ആക്രമിച്ചത് ഇവരെയാണ്. ചുറ്റിക കൊണ്ടുള്ള അടിയിൽ ഇവർ മരിച്ചെന്ന് കരുതിയാണ് പ്രതി അടുത്ത സ്ഥലത്തേക്ക് പോയത്. ഇതിനിടയിലാണ് പ്രതി അഫാനെതിരെ മൊഴി നൽകാതെ അമ്മ ഷെമീന നിന്ന് വീണതാണെന്നാണ് ഷെമീന റഹീമിനോടും പറഞ്ഞത്. പോലീസിനോടും ഇത് തന്നെയാണ് ഷെമി പറഞ്ഞിരുന്നത്. ഇതുവരെയും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഷെമി വെളിപ്പെടുത്തിയിട്ടില്ല. ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെമിയോടും അഫാന്റെ അക്രമ വിവരം ഇതുവരെയും പറഞ്ഞില്ല. മരണവാർത്തകളും അറിയിച്ചിട്ടില്ല. അതേസമയം മരണവാർത്തകൾ അറിയിച്ചിട്ടില്ല എന്നും റഹീം ഷെമിയെ കണ്ട ശേഷം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയെന്നും റഹീമിന്റെ സുഹൃത്ത് അബ്ദുൾ പറയുകയുണ്ടായി. ഇളയ മകൻ അഫ്സാനെ കാണണമെന്നാണ് ഷെമി ആവശ്യപ്പെട്ടത്. സഹോദരന്റെ വീട്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. അഫാനെയും അന്വേഷിച്ചു. ആശുപത്രിയിലെത്തിയ റഹീമിനെ ഷെമി തിരിച്ചറിഞ്ഞെന്ന് സുഹൃത്ത് അബ്ദുൾ പറഞ്ഞു.